യൂട്യൂബ് ചാനലിലേക്ക്. അപ്പൊ ഗൈസ് നമ്മളിന്ന് റംബൂട്ടാൻ മരത്തിന്റെ അടുത്താണ്. നമുക്ക് റംബൂട്ടാൻ മരത്തിന്റെ കാഴ്ചകൾ കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ മരം. കുറേ റംബൂട്ടാൻ പഴുത്തിക്കുണ്ട് കേട്ടോ, നന്നായി എല്ലായിടത്തും പഴുത്തിക്കുണ്ട്, അടിയിലും പഴുത്തൊക്കെയുണ്ട് ഗൈസ്. കുറച്ചെണ്ണം നമ്മൾ പറിച്ചിട്ടുണ്ട് റംബൂട്ടാൻ. അടിയിലും പഴുത്തൊക്കെയുണ്ട്. ഇതിവിടെ ഇവിടെ നമുക്ക് കൈ എത്തണ സ്ഥലത്തും ഇത് പഴുത്തൊക്കെയുണ്ട് കേട്ടോ. ഇവിടെ വീണ്ടും 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതേ ഇവിടെ ഒക്കെ കണ്ട ഗൈസ്. പിന്നെ ഇത് 2 ചെടിയുണ്ട് ഞങ്ങൾക്ക്. ഒരെണ്ണം ഈ ചെടിയും ഒരെണ്ണം ഈ ചെടിയും. ഈ ചെടി കുഞ്ഞ ചെടിയാണ്, ഈ ചെടിയാണ് വലിയ ചെടി. പക്ഷേ ഇതിലും പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് പഴുത്തിട്ടുള്ള പിന്നെയൊക്കെ പച്ചയാണ്. പക്ഷേ ഈ ചെടിയാണെങ്കിൽ ഭയങ്കര വലുതായ കാരണം കുറേ എണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് കയ്യെത്തണ സ്ഥലം വരെ പഴുത്ത്. ഈ മരത്തും പഴുത്തിക്കുണ്ട്. കണ്ടോ ഇതാണ് കണ്ടോ ഗൈസ്. നമുക്ക് എന്തോരോ പഴുത്തിക്കണേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം പറിച്ചിട്ട് ഉപ്പും വെള്ളത്തിട്ട് കഴിക്കാൻ പോകുകയാണ് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും. ഇവരെല്ലാവരും കുറേ റംബൂട്ടാൻ പറിച്ചിടുന്നുണ്ട്. ഓരോരുത്തരുടെ തലത്തിൽ ഇപ്പം തന്നെ ഗൈസ് എൻ്റെ തല കണ്ടത് ഗൈസ്. ഇതൊന്തൊരു പഴുത്തതാ ഗൈസ്, നല്ല പഴുത്ത. നമ്മളിപ്പോൾ ഇത്ര പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉപ്പും മുളകിട്ട് തിന്നും ഗൈസ്. ഗൈസ് ഇതിൻ്റെ ഈ കണ്ട ഇവിടെ ഫ്രണ്ടിലും ഒന്നും അങ്ങനെ പഴുത്തിട്ടില്ല, ബാക്കിലാണ് നിറച്ച് പഴുത്തിക്കുന്നത് ഗൈസ്. ഫ്രണ്ടിലൊന്നും അങ്ങനെ പഴുത്തുന്നതായിട്ട് നമുക്ക് കാണില്ല. പഴുത്തത് ഫ്രണ്ടിൽ കുറച്ചുള്ളൂ, പക്ഷേ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എന്തോരം ഗൈസ്. മുകളിലാണ് പിന്നെ എല്ലാം പഴുത്തിക്കണം. അതുകൊണ്ട് തോട്ടി വെച്ച് പഴുത്തിക്കണം. പക്ഷേ പകുതി എണ്ണം താഴ്ത്തും പഴുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഓരോ സ്ഥലത്തേക്ക് പോയി കാണിച്ചു വരുന്ന സമയം ഓരോ റംബൂട്ടാൻ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലഷ് ഉള്ള റംബൂട്ടാനാണ്. ഹായ്, ഇതാണ് പുതിയൊരാൾ. നിങ്ങൾ ഇതേവരെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. ഇവളുടെ മാമയുടെ മോനാണ്. നല്ല ഫ്ലഷ്. ഇങ്ങനെ പൊട്ടു അത്ര പഴുത്താണ്. അതാണ് കണ്ടേ, നല്ല നല്ല ജ്യൂസിയാണിത്. എല്ലാരും ഓരോ കഴിച്ചോ. ഫ്ലഷ് ഉള്ളതാണ് കേട്ടത്, ജ്യൂസിയാണ്. ഓക്കെ ഗൈസ്, എനിക്ക് ഇത് കണ്ടിട്ട് കൊതിയാണ് ഗൈസ്. ഞാൻ ഒരെണ്ണം എടുക്കട്ടെ ഗൈസ്. ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്, നല്ല പഴുത്തത്. അമ്മ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതെ തോട്ടിയോട് പറക്കാൻ പോവാണ്. നമുക്കപ്പോൾ ഇതിൽ കഴുകിയിട്ട് പൊട്ടിക്കാം ഗൈസ്. അപ്പുറത്തെ വീട്ടില് അതാണ് സനയുടെ തറവാട്. ഈ ട്രക്ക് എടുക്കണതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. സനയുടെ തറവാട് ഞങ്ങൾക്ക് ലൈവായിട്ട് എന്ത് വഴിയിലും കാണാം അല്ലേ സനെ? ഓ ഷിറ്റ് ഗൈസ്, എന്തോ സംഭവിച്ചിട്ട്. ഓക്കെ, നമ്മളിനി ഇത് ഞാൻ കഴുകിയിട്ട് തിന്നുള്ള ഗൈസ്. കാരണം നിലത്ത് വീണതാണ്. കുറേ ഇൻസെക്ട്സൊക്കെ തിന്നുണ്ടാവില്ല. കാലും കൂടിയും കഴുകുന്നുണ്ട് ഗൈസ്. കടിച്ചിട്ട് വയ്യ ഗൈസ്. എല്ലായിടത്തും വീഴുമ്പോഴാണ് കടിച്ചിട്ട് വയ്യ. സന എനിക്ക് പൊട്ടിക്കണ മെഷീനാണ് ഗൈസ്. എൻ്റെ പൊട്ടിക്കണ മെഷീനാണ് സന. സന പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്ര എണ്ണം കിട്ടും. ഇപ്പോൾ സന എനിക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഉള്ളുഭാഗം കഴുകുന്നുണ്ടല്ലോ. സെറ്റ് നമുക്ക് ഫുള്ളായിട്ട് പൊട്ടിക്കാം ഗൈസ്. എന്താണ് ഇതിൻ്റെ നീര് ഭയങ്കര കയ്പാണ്. ആരും ഇത് നീര് വലിക്കരുത്. ഇവന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ തൊണ്ട് പറക്കുമ്പോൾ കയ്പുണ്ടെന്നാണ് ഗൈസ് ഇവന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗൈസ് നമ്മൾ ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊട്ടിച്ചിട്ടില്ല. എൻ്റെ ഇപ്പുറത്തെ കൈ കൂടി ഒന്ന് കഴുകിയിട്ട് വരാം ഗൈസ്. നമുക്കൊന്ന് തിന്നാക്കാൻ. ഞാനിത് ആദ്യമായിട്ടൊന്നല്ല ഗൈസ്, കുറേ വട്ടം തിന്നിട്ടുണ്ട്. ഇത് നമ്മുടെ
ബാക്ക് സൈഡിലാണ് ഇത് വളർന്നിട്ട്. എൻ്റെ ഫ്രൂട്ടിലും ഏറ്റവും ഫേവറേറ്റ് റംബൂട്ടാണ് ഗൈസ്. പക്ഷെ ഇതിനൊരു സീസൺ ഉണ്ട്, അപ്പോഴേ വരുള്ളൂ. സാധാരണ ഫ്രൂട്ട്സ് പോലെ ഒന്നും അല്ലല്ലോ, ഇതിനൊരു സീസൺ ഉണ്ട്. ആ സീസണിൽ ഇത് വരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ജ്യൂസ് റംബൂട്ടാണ് കേട്ടോ. നല്ല സ്വീറ്റ് ആൻഡ് ഫ്രഷാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ വിഷമൊക്കെ ചേർക്കുന്നുണ്ടാവും, പക്ഷെ ഇത് ഫ്രഷാണ്. പക്ഷെ നമുക്ക് ഇപ്പം ഇത്ര റംബൂട്ടാനുണ്ട് ഗൈസ്. ഇവിടെ കുറച്ച് റംബൂട്ടാൻ വീണ് കിടക്കുന്നുണ്ട്. ഞാൻ പറക്കി ഓരോരുത്തർ ഇവിടെ റംബൂട്ടാൻ തോട്ടിക്കൊണ്ട് എടുത്ത് പറിക്കാൻ വേണ്ടി തല്ലുകൂടാണ്. അപ്പോൾ അവസാനം അമ്മ ഒരു തീരുമാനം ഉണ്ടാക്കി, അമ്മ തന്നെ പൊട്ടിച്ചോളാണ് ഗൈസ്. ഇവിടെ നിറച്ചുറുമ്പായ കാരണം എല്ലായിടത്തും കടിക്കട്ടെ. സാറയുടെ കാലുമി എല്ലായിടത്തും കടിച്ചിട്ട് ഞങ്ങൾ കലാമി ലോഷൻ തേച്ചേക്കാണ്. അതാണ് ഗൈസ് പിങ്ക് കളറ്. കിട്ടി ഗൈസ്. നമുക്ക് ഇത്ര റംബൂട്ടാൻ പോരെ? ഇത്ര റംബൂട്ടാൻ പോരെ? വേണ്ട, കുറച്ചും കൂടി. ഇവര് പറയുന്നത് കുറച്ചുകൂടി വേണം എന്നാണ്. ഇത്രയ്ക്ക് റംബൂട്ടാൻ ഇതൊക്കെ മതിയില്ലേ ഗൈസ്? സനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഉപ്പും മുളകിട്ട് തിന്നാൻ പാടില്ല. അവളുടെ തറവാട്ടിൽ ഗൈസ് റംബൂട്ടാൻ ഉണ്ട്. അവൾ എന്നിട്ട് തറവാട്ടിൽ നിന്ന് റംബൂട്ടാൻ ഉപ്പും മുളകിട്ട് തിന്നിട്ട് അവൾക്ക് വയറുവേദന എടുത്ത് ഛർദ്ദിച്ചു ഗൈസ്. അതുകൊണ്ട് സനയ്ക്ക് അതൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നണത് ഗൈസ്. കാരണം സന എന്തിച്ചാ ചെയ്തതെന്ന് വെച്ചാൽ അത് പറിച്ചിട്ട് കുറേ ഉപ്പും മുളകിട്ട് തിന്ന് അവൾക്ക് വയറിളക്കം പിടിച്ചു ഗൈസ്. ഇത്ര റംബൂട്ടാൻ ഉണ്ടായിട്ട് ഇവർക്ക് മതിയായിട്ടില്ലെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്. ഇവർക്ക് റംബൂട്ടാൻ എന്ന് വെച്ചാൽ എന്നെക്കാളും ഫ്രേറ്റ്. ഞാനത് കുറച്ച് തിന്നാറുള്ളൂ, പക്ഷെ ഇവരെന്തോരാ തിന്നാന്നറിയാം ഒരു ദിവസം തന്നെ ഗൈസ്. ഇത്ര റംബൂട്ടാൻ നമുക്ക് ഇത്ര പോരെ? എന്തോരം റംബൂട്ടാനാണ്. ഇതൊന്നും ഇവിടെ ഇടല്ലേ ഗൈസ്. നോക്കി കൊലയും കുറച്ച് റംബൂട്ടാനൊക്കെ പോയിട്ട് റംബൂട്ടാൻ കൂട്ടി വെച്ചേക്കണം. ഒരു കുന്നായിട്ടുണ്ട്, ഒരു കൊട്ടാരം പോലെ ആയിട്ടുണ്ട് ഗൈസ്. നിറച്ച് റംബൂട്ടാൻ താഴെയുണ്ട് ഗൈസ്. ദേ ഒരെണ്ണം ഇവിടെ. ഗൈസ് ഇവിടെ എന്തോരം റംബൂട്ടാണ്. 4 5 അവിടെയൊക്കെ കണ്ടോ ഗൈസ്. ഈ റംബൂട്ടാനൊക്കെ നമുക്ക് റംബൂട്ടാനുള്ള സ്ഥാനത്ത് വെക്കാം ഗൈസ്. ദേ അടുത്ത് കുറേ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ റംബൂട്ടാനൊക്കെ കൂടി വന്നിട്ടുണ്ട്. പഴുത്തത് കുറേ ഉണ്ട്, പക്ഷെ എഫയ്ക്ക് പച്ച മാത്രമേ പൊട്ടിച്ചു തരാൻ പറ്റുള്ളൂ ഗൈസ്. ഇതിപ്പോൾ ഒരു കുന്നായി ഗൈസ്. നോക്ക്, ഒരു കുന്നായിട്ടുണ്ട്, ഒരു കൊട്ടാരം പോലെ ആയിട്ടുണ്ട്. കുറേ റംബൂട്ടാൻ ഇന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഗൈസ് ഗൈസ് അതിൻ്റെ അടിയിലൊക്കെ കുറേ ഗൈസ്. ഇവിടെ ഗൈസ് ഇവിടെ കൊമ്പുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുനിഞ്ഞു പോകേണ്ട ആവശ്യം. ഈ തലമണ്ടയ്ക്ക് ഇടി കിട്ടും ഗൈസ്. ഇപ്പം ശരിക്കും ഒരു കൊട്ടാരം പോലെ തന്നെയുണ്ട് ഗൈസ്. ശരിക്കും ഒരു കൊട്ടാരം പോലെ തന്നെയുണ്ട് അല്ല സോനെ? നമുക്ക് ഇത്ര പോരെ ഗൈസ്? നല്ല പഴുത്ത റംബൂട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവന്. അപ്പൊ ഗൈസ് നമ്മൾ റംബൂട്ടാനെ പൊട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഉപ്പും മുളകും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങൾ അതിലിടാനുള്ള സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പണിക്ക് പോകാം ഗൈസ്. സന എനിക്ക് പൊട്ടിക്കുന്ന ആള്, ഞാൻ ഉപ്പും മുളകും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം എനിക്ക് ഇഷ്ടമല്ല. ചിന്നൂര് ഫുഡ് നാച്ചുറൽ, നല്ല ജ്യൂസി ആയിട്ടുള്ള നാച്ചുറൽ ഉപ്പും പാത്രവും മിളക് പാത്രവും ഒക്കെ തുറന്ന്
അപ്പൊ ഗൈസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം കഴുകണം. ഞാൻ പൊട്ടിക്കട്ടെ. കഴുകത്തില്ല. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ഞാനിപ്പോഴും ഉപ്പ് മുളക് സെറ്റാക്കി വെക്കാൻ ഇവര് 4 പേര് ഉപ്പുമുളക് തിന്നാനുള്ളത് വെയിറ്റ് ചെയ്യാം. ഇനി കുറച്ചും കൂടി ഉണ്ട്. അയ്യോ ഞാനും പൊട്ടിക്കുന്നത് നോക്ക് വിളിട്ടിതാണ്. മാംഗോ പോലെ ഗൈസ്. അപ്പോ നമ്മൾക്ക് ഈ പ്ലേറ്റ് നിറച്ച് റംബൂട്ടാൻ കണ്ടോ ഗൈസ്? ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഞങ്ങൾ അത്രയും ദിവസം ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ പറയാറുണ്ട്. പക്ഷെ ഫോണില് ചാർജ് ഇല്ലാത്ത കാരണം വീഡിയോ എടുത്തില്ല. കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം കഴിക്കാം. മുളക് ടൈപ്പാണ് എടുത്തത്. ഇനി ഞാനിടുന്നത് പറക്കണ്ട കേട്ടോ. കുറച്ച് അതിട് അതിട് ഉപ്പിട്. വെയിറ്റ്. നല്ല ഇളക്കിക്കോ. ഇവിടെ പിടിക്ക് കൈ. എഫ്ഐഡി എടുത്തില്ല, ഇനി അടുത്ത ആള്. ട്രാഫിക് മാനായി പറഞ്ഞുണ്ട് ചെയ്യണത്. കിട്ടണില്ല സ്കൂപ്പ് ഗൈസ്. അന്നാതെ ഒക്കെ കൂടി കമത്ത്. അതാണ് ഐഡിയ. പിന്നെ അവിടെ എല്ലാവർക്കും 10 വെച്ച് കൊടുത്തു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഗൈസ്. പുളി ഉപ്പും മധുരം ഗൈസ്. ഇന്ന് നമ്മൾ പച്ചന